My life is circus and I know it. You think that I am crazy, but I don't want to. BENZ. നിങ്ങൾ ബെൻസ് എന്ന് പറയുന്ന ഒരു ടേം കേട്ടിട്ടുണ്ടോ? ബെൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ബെൻസ് കാർ അല്ല, ബെൻസ് എന്ന് പറയുന്ന ഒരു ഡ്രഗിനെ കുറിച്ച് ഇല്ലീഗൽ ആണെന്നുള്ളൊരു കാര്യം കൂടി ഫസ്റ്റ് തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. ബെൻസ് എന്ന് കേൾക്കുന്ന സമയത്ത് ഈ അടുത്ത് എവിടെ കേട്ടേക്കുന്ന ഒരു പേര് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവല്ലേ? ശരിക്കും ബെൻസ് എന്ന് പറയുന്നത് ഒരു സിനിമയുടെ ടൈറ്റിലാണ്. ഒരു സിനിമയുടെ ടൈറ്റിൽ എന്തുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വെറും ഒരു സിനിമയുടെ ടൈറ്റിൽ ആണെന്നുണ്ടെങ്കിൽ ഇത് പറയേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ ലോകേഷ് കനകരാജിൻ്റെ സിനിമ എന്ന് പറയുന്ന സമയത്ത്, റിട്ടൺ ബൈ ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന സമയത്ത് ഈ സിനിമയ്ക്കകത്ത് എന്തോ സംഭവം ഇருக்கு എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. കൂലി എന്ന് പറയുന്ന സിനിമയെ കുറിച്ചും ബെൻസ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചും LCU എന്ന് പറയുന്ന ഫാക്ടറിനെ കുറിച്ചും അതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് നമ്മുടെ മലയാള സിനിമ ഒരു വേറെ മാറി റോളക്സ് മോഡിലോട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. ട്രാക്ക് മാറ്റി പിടിക്കുന്ന ഒരു ലക്ഷ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ LCUവിനകത്ത് ഒരു പുതിയൊരു അവതാരത്തിൻ്റെ ഒരു പിറവി കൂടി വരാനായിട്ട് പോവാണ്. എന്താണെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ഒരു പേര് പറയുന്ന സമയത്ത് എല്ലാവരുടെ മനസ്സിലോട്ട് വരുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ സിനിമ LCU ആണോ അല്ലയോ എന്നുള്ളൊരു കാര്യമാണ്. അത് ഏത് സിനിമയാണെന്നുണ്ടെങ്കിലും, ഈവൻ അവസാനം വന്നേക്കുന്ന കൂലി എന്ന് പറയുന്ന സിനിമ ഇത് LCU അല്ല എന്ന് പറയുന്ന സമയത്ത് പോലും പല ആൾക്കാർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ LCU ആണെന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഗോൾഡ് ബേസ് ചെയ്തിട്ട് ഗോൾഡിന്റെ സ്മഗ്ലിംഗ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്ന ഒരു കഥയാണെന്ന് പറയുന്ന സമയത്ത് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഓൾറെഡി ഈ മാസം 10-ാം തീയതി സ്റ്റാർട്ട് ചെയ്യേണ്ടത് തന്നെയായിരുന്നു. പക്ഷേ അടുത്ത മാസത്തോട് കൂടിയിട്ടാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. സിനിമയെ കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതാണ് ഒരു പെരിയ സംഭവം എന്ന് പറയുന്നത്. രജനീകാന്തിൻ്റെ ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത് LCU സിനിമ അല്ല എന്ന് പറയുന്ന സമയത്ത് ഒരു LCU ക്യാരക്ടർ ഈ സിനിമയ്ക്കകത്ത് വരാനായിട്ട് പോകുന്നുണ്ടെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കൂലി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് രജനീകാന്തിൻ്റെ കൂടെ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ചെയ്യാനായിട്ട് വരുന്ന ഒരു കഥാപാത്രം ആരാന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ നിന്നുള്ള മലയാളത്തിൻ്റെ സ്വന്തം ഫഹദ് ഫാസിലാണ്. വിക്രം എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ ഫഹദ് ഫാസിലിന്റെ റോള് കണ്ടേക്കുന്നത് തന്നെയാണല്ലേ. ആ സിനിമയുടെ ആദ്യ പകുതിനെ കംപ്ലീറ്റ് ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോയിരിക്കുന്ന ഒരു ക്യാരക്ടർ ആരാന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ലീഡ് റോൾ ചെയ്തേക്കുന്നത് നമ്മുടെ മലയാള താരമായിട്ടുള്ള ഫഹദ് ഫാസിലാണ്. ഫഹദ് ഫാസിലിനെ കുറിച്ച് ഇനി ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ആവേശം കണ്ടോട് കൂടിയിട്ട് തന്നെ പുള്ളിയുടെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് നമ്മുടെ കാൽക്കുലേഷൻ അപ്പുറത്തോട്ടാണ് പുള്ളിയുടെ പോകുന്നുള്ള കാര്യം എനിക്ക് തോന്നിയത്. എനിവേസ് ഫഹദ് ഫാസിൽ ഈ സിനിമയ്ക്കകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്നുണ്ടെന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനു മുമ്പ് വേട്ടയൻ എന്ന് പറയുന്ന സിനിമ, രജനീകാന്തിന്റെ വേട്ടയൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഫഹദ് ഫാസിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പഴയ പോലെ സാധാരണ യൂഷ്വൽ ആയിട്ട് ഒരു ക്യാമിയ റോൾ ചെയ്യുന്ന പോലെ, പുഷ്പയിൽ ചെയ്തേക്കുന്ന പോലെയോ അല്ലെങ്കിൽ വിക്രത്തിൽ ചെയ്തേക്കുന്ന പോലത്തെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ല, നേരെ മറിച്ച് വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു എന്നുള്ള കാര്യം തന്നെയായിരുന്നു മുമ്പ് ഫഹദ് ഫാസിൽ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ സിനിമയ്ക്കകത്ത് ചെയ്യാൻ പോകുന്ന ക്യാരക്ടറിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിലുകൾ മറ്റൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഈ സിനിമയ്ക്കകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് റോൾ ചെയ്യാനായിട്ട് ലോകേഷ് കനകരാജിന്റെ സിനിമയ്ക്കകത്ത് വീണ്ടും LCU യൂണിവേഴ്സിനകത്തുള്ള ഫഹദ് ഫാസിൽ വരാനായിട്ട് പോവുകയാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. LCU എന്ന് പറയുന്ന ഒരു ടേം കേൾക്കുന്ന സമയത്ത് തന്നെ ഒരു രോമാഞ്ചം തന്നെയാണല്ലേ. കാരണം ഒരു യൂണിവേഴ്സിനകത്ത് ഇനി ഏതാണ് പുതിയ സിനിമ വരാനായിട്ട് പോകുന്നതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ നിലവിൽ വിക്രം എന്ന് പറയുന്ന സിനിമയാണെന്നുണ്ടെങ്കിലും ലിയോ ആണെന്നുണ്ടെങ്കിലും കൈദി ആണെങ്കിലും 3 സിനിമകൾ ഓൾറെഡി ഈ ഒരു യൂണിവേഴ്സിനകത്ത് എൻ്റർ ആയി കഴിഞ്ഞു. ഇതിൻ്റെ എല്ലാ സെക്കൻഡ് പാർട്ട് വരുമെന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. വിക്രമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഈ ഒരു LCU എന്ന് പറയുന്ന യൂണിവേഴ്സ് അവസാനിക്കാനായിട്ട് പോകുന്നതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടൊരു അപ്ഡേറ്റ് പറയുന്നതിന് മുമ്പ് തന്നെ ബെൻസ് എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ചും പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ബാക്കി കിടക്കുന്നുണ്ട്. ലോകേഷ് കനകരാജ് എഴുതി വെച്ചേക്കുന്ന, ആക്ച്വലി സംവിധാനം ചെയ്യാനായിട്ട് നിന്നായിരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. പക്ഷേ ഡയറക്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം നിന്നിട്ടില്ല. കാരണം ഈ ഒരു സിനിമ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ AD ആയിട്ട് നിൽക്കുന്ന ഡയറക്ടറാണ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ സിനിമയുടെ പേര് എന്ന് പറയുന്ന ബെൻസ് എന്ന് പറയുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് ശരിക്കും ബെൻസ് എന്ന് പറയുന്ന കാറിൻ്റെ പേരല്ല. ബെൻസ് എന്ന് പറയുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബെൻസ് എന്ന് പറയുന്ന ഒരു ഇല്ലീഗൽ ഡ്രഗിൻ്റെ പേരാണ്. അതിൻ്റെ കറക്റ്റ് പേര് എന്താണ്, അതിൻ്റെ അബ്രിവേഷൻ എന്താണെന്നുള്ളൊരു കാര്യം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാരണം അത് വളരെ ഇല്ലീഗൽ ആയിട്ടുള്ള ഡ്രഗാണ്. ഈ ഒരു ഡ്രഗിനെ ബേസ് ചെയ്തിട്ട് നമുക്കറിയാം, ലോകേഷ് കനകരാജിൻ്റെ ഒരു LCU എന്ന് പറയുന്ന യൂണിവേഴ്സിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രഗാണ് അതിനകത്ത് മെയിനായിട്ട് വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. പല സിനിമകളിൽ പല ഡ്രഗുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ബെൻസ് എന്ന് പറയുന്ന ഒരു ഡ്രഗിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കാം ഈ ഒരു സിനിമ വരാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെ പറയുന്ന സമയത്ത് ഈ സിനിമ LCUലാണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് വലിയൊരു ചോദ്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള റൂമർ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ വരാനായിട്ട് പോകുന്നത് LCU എന്ന് പറയുന്ന യൂണിവേഴ്സിൻ്റെ അണ്ടറിലാണ്. കൂലി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് വരുന്ന സിനിമയാണ്, സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള സിനിമയാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇതുവരെ വന്നേക്കുന്ന അപ്ഡേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ബെൻസ് എന്ന് പറയുന്ന സിനിമ വരാനായിട്ട് പോകുന്നത് LCU എന്ന് പറയുന്ന യൂണിവേഴ്സിൻ്റെ അണ്ടറിലാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ജിഗർദണ്ഡ XX എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് തന്നെ ഒരൊറ്റ ഇൻട്രോ ഷോട്ട് മാത്രം മതി രാഘവ ലോറൻസ് ആരെന്ന് കാണിക്കാനായിട്ട്. കാരണം അത്രമാത്രം സ്വാഗും കഴിവുള്ളൊരു നടനാണ് രാഘവ ലോറൻസ് പറയുന്നത്. മാസിന്റെ ഒരു എക്സ്ട്രീം കാണിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആക്ടറാണ് രാഘവ ലോറൻസ് പറയുന്നത്.
ആക്ച്വലി ദില്ലി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാനായിട്ട് നിന്നായിരുന്ന ആദ്യത്തെ ഒരു ഓപ്ഷനുകളിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അതിനകത്ത് വന്നായിരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രാഘവ ലോറൻസ് ആയിരുന്നു. അങ്ങനെ കൂടിയൊരു കഥ ഇതിന്റെ പിന്നിലുണ്ട്. പക്ഷെ പിന്നീട് ഇത് വിജയ് സേതുപതി ചെയ്യുമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് പിന്നീടായിരുന്നു ഈ സിനിമ കാർത്തി ചെയ്തത്. അങ്ങനെ അത് വലിയൊരു ചരിത്രമായിട്ട് മാറി. ആൻഡ് LC യൂണിവേഴ്സ് എവിടെ വെച്ചാണ് അവസാനിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ചാപ്റ്റർ O എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമിലൂടെയാണെന്നുണ്ടെങ്കിൽ അത് ഇറങ്ങാനായിട്ട് പോകുന്നുള്ളൂ. പക്ഷേ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ സിനിമയുടെ ഒരു കഥ അവസാനിക്കാനായിട്ട് പോകുന്നത് വിക്രം 2-ലായിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇതുവരെ വന്നിരിക്കുന്ന അപ്ഡേറ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ സിനിമകൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇദ്ദേഹത്തിന്റെ ADs ആയിരിക്കും. പക്ഷേ റൈറ്റ് ചെയ്യുന്നത് ഇദ്ദേഹം തന്നെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. തമിഴിൽ നിന്ന് നമ്മളൊരു റോളക്സിനെ കണ്ടു. മലയാളത്തിൽ നിന്നും ആരുണ്ട് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പേരായി മാറാനായിട്ട് ചാൻസ് ഉള്ളൊരു പേരാണ് ഉണ്ണി മുകുന്ദന്റെ ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ ഒരു കാര്യം പറയുന്ന സമയത്ത് ഇത് ജനറലായിട്ട് എനിക്ക് തോന്നിക്കുന്ന ഒരു കാര്യമാണ്. ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പെക്ടേഷൻ വെക്കാതെ നിന്നേക്കുന്ന സിനിമയുടെ ഓരോ പോസ്റ്റേഴ്സുകളും ഓരോ അപ്ഡേറ്റുകൾ വരുന്ന സമയത്തും താനെ ഇങ്ങനെ എക്സ്പെക്ടേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ വന്നേക്കുന്ന ഓരോ അപ്ഡേറ്റുകളും ഗംഭീരമായിട്ടുള്ള അപ്ഡേറ്റുകൾ തന്നെയായിരുന്നു. ഇതിനകത്ത് വന്നേക്കുന്ന ഓരോ ടീം ആൻഡ് വർക്ക് എന്ന് പറയുന്നത് അത്ര എക്സ്പെർട്ടീസ് ആയിട്ടുള്ള അത്രയും കഴിവ് തെളിയിച്ചേക്കുന്ന ആൾക്കാരാണ്. ഇതിന്റെ BGM ചെയ്തേക്കുന്നത് രവി ബസൂറാണ്. KGF, സലാർ പോലെയുള്ള സിനിമകളൊക്കെ ചെയ്തേക്കുന്ന രവി ബസൂറാണ് ഈ സിനിമയുടെ BGM ചെയ്തേക്കുന്നത്. മാർക്കോ എന്ന് പറയുന്ന BGM നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഫസ്റ്റ് ഇൻട്രോ ഷോട്ട് ഇട്ട് തന്നെ ഭയങ്കര രസമായിരുന്നു. ഫസ്റ്റത്തെ അപ്ഡേറ്റ് തന്നെ അടിപൊളിയായിരുന്നു. പക്ഷേ ഇന്നലെ ഒരു കിടുക്കൻ ഒരു അപ്ഡേറ്റ് വന്നായിരുന്നു. ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇതാണ് അപ്ഡേറ്റ് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം കിടുക്കൻ സാധനം, ഒരു കൃത്യമായിട്ടുള്ള വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മാർക്കോ എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഉണ്ണിമൂന്നിൻ്റെ ഒരു സ്റ്റില്ലായിരുന്നു കാണാനായിട്ട് സാധിച്ചായിരുന്നത്. നല്ലൊരു കിഡിലിന സാധനമായിരുന്നു. പ്രതീക്ഷ വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ വന്നേക്കുന്ന എല്ലാ അപ്ഡേറ്റുകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള മറ്റൊരു ബെഞ്ച് മാർക്ക് ആക്കാനായിട്ട് ഒരു സംഭവമുണ്ട്. അത്രയും ഒരു വലിയൊരു ക്യാരക്ടറാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇതുവരെ കണ്ടേക്കുന്ന ഒരു അപ്ഡേറ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മികായൽ എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു ക്യാരക്ടറാണ് വരുന്നുണ്ടെങ്കിൽ എത്ര വലിയ മാസ് കാണിച്ചു കഴിഞ്ഞാൽ അവസാനം ഇയാൾ തീർന്നു പോയില്ല എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ചോദിക്കും. കാരണം ഇവന്റെ ഇടി കൊണ്ട് അവസാനം മരിക്കുന്ന ഒരു കഥാപാത്രമാണ് മാർക്കോ എന്ന് പറയുന്നത്. പക്ഷേ ഇത് മറ്റൊരു കഥാപാത്രമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പ്ലേസ്മെന്റ് നന്നായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ സിനിമ വേറൊരു ലെവലായിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മഹാരാജ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടവർ ഇവിടെ കമോൺ. വിജയ് സേതുപതിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സിനിമയാണ് മഹാരാജ എന്ന് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി, ഞാൻ വീണ്ടും പറയുന്നു, അൺഫോർച്ചുനേറ്റ്ലി വളരെ വിഷമത്തോടുകൂടി പറയാണ് എനിക്ക് ഈ സിനിമ കാണാനായിട്ട് സാധിച്ചായിരുന്നില്ല. കാരണം ഇവിടെ അടുത്തുള്ള തിയേറ്റേഴ്സിൽ സിനിമ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എറണാകുളത്തേക്ക് പോകണം, അവിടെ പോയി കാണണം എന്നുള്ള സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് നമ്മുടെ തിരക്ക് മറ്റൊക്കെ ഉണ്ടായ കാരണം തന്നെ ഈ സിനിമ കാണാനായിട്ട് സാധിച്ചായിരുന്നില്ല. പക്ഷേ സിനിമ ഞാൻ കേട്ടെടുത്തോളം ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു 3-3.5 കോടി രൂപയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസം തൊട്ടുള്ള കളക്ഷൻ എന്ന് പറയുന്നത് വേറെ മാറി കളക്ഷൻ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിജയ് സേതുപതി എന്ന് പറയുന്ന ഒരു ഫാക്ടർ മാത്രം ഉള്ളതുകൊണ്ടല്ല, സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സാധനമാണ് മോനെ, അതാണ് സാറേ ഇവൻ്റെ മെയിൻ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു സാധനമാണ്. ശരിക്കും മഹാരാജ എന്ന് പറയുന്ന ഒരു സിനിമയുടെ കോർ എന്നുള്ളൊരു കാര്യം തന്നെയാണ്. കണ്ടേക്കുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സാധാരണ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ എത്ര വലിയ സ്റ്റാറിൻ്റെ പടത്തിനാണെങ്കിലും വരാറുണ്ട്. പക്ഷേ മഹാരാജ എന്ന് പറയുന്ന സിനിമയ്ക്ക് എല്ലാവർക്കും പോസിറ്റീവാണ് പറയാനായിട്ടുള്ളൂ. സിനിമ എന്തായാലും കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ നമ്മുടെ കേരളത്തിൽ പോലും ഈ സിനിമയ്ക്ക് നല്ല അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ തിയേറ്റേഴ്സിലോട്ട് ഈ സിനിമ വരാനായിട്ട് സാധ്യതകൾ ഉണ്ടെന്നുള്ളൊരു കാര്യം കൂടി പറയപ്പെടുന്നുണ്ട്. എന്തിനാണെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. ആൻഡ് ബെൻസ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, ആൻഡ് കൂലി എന്ന് പറയുന്ന സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷ എന്താണെന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. തൊട്ടുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം കൂടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ നാൾസ് ബാസ് സൈനിങ് ഔട്ട്. Bye.